ഡിവൈസ് EMF ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ഒരു സെല്ലെന്ന് നോക്കാം. സെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിവൈസ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇത് സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി കറണ്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിവൈസുകളാണ് സെല്ലുകൾ. ഇനി ഒരു സെല്ലിൻ്റെ പാർട്സ് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് ആണ്, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. അപ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. അതിനെ എവിടെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോഡ്സ് ഇലക്ട്രോലൈറ്റിലേക്ക് എന്തിനെ എക്സ്ചേഞ്ച് ചെയ്യും? ചാർജസിനെ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ അത് ചാർജസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അതായത് ഇലക്ട്രോലൈറ്റിലെ ഒരു പോയിന്റ് ആണ് എ എങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റായിട്ട് കമ്പയർ നമ്മൾ പിയുടെ പോസിറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ പറയുകയാണെങ്കിൽ അത് B+ എന്നും അതിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ നെഗറ്റീവ് ഇലക്ട്രോഡ് ബി എന്ന് പറയുന്ന പോയിന്റായിട്ട് കമ്പയർ ചെയ്ത് അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് അതിനെ നമുക്ക് -V- എന്ന് പറയും. ഇതിന്റെയും വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ V+ഉം നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ -V-. കാരണം നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അതിനെ -V- എന്ന് പറയാം. ഇതിന്റെ രണ്ടിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോലൈറ്റിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് കറണ്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ അങ്ങനെയുള്ള സർക്യൂട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ I≠0 ആണെങ്കിൽ ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ I=0 ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടിലെ കേസാണ് നമ്മൾ പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. ഇലക്ട്രോലൈറ്റിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്തില്ല എങ്കിൽ ഇലക്ട്രോലൈറ്റിലെ എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് കേസിൽ പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ B+, മൈനസ് നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -V-. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ഒന്നിന്റെ പൊട്ടൻഷ്യൽ മൈനസ് അടുത്തതിന്റെ. പോസിറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ B+ എന്നും നെഗറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ -V- എന്ന് എഴുതി. ഈ മൈനസുള്ള പ്ലസ് ആകും. അപ്പോൾ എത്ര കിട്ടും? V++ B- ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? E എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്ത്. ഇതിനെ പറയുന്ന പേരാണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. പക്ഷേ ഈ EMFന് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് കൊടുത്താൽ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്. ആക്ച്വലി EMF ഈസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വെൻ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഒരു ഓപ്പൺ സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. പക്ഷെ അതിന്റെ പേര് കേട്ടാൽ നമുക്ക് തോന്നി ഇറ്റ് ഈസ് എ ഫോഴ്സ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഫോഴ്സ്. ആക്ച്വലി ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഫിനോമിന എന്താണെന്ന് മനസ്സിലാകാതെ സമയത്താണ് ഈ ഫിനോമിനയ്ക്ക് എന്ത് പേര് കൊടുത്തത്? ഇതൊരു ഫോഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് എന്ത് പേര് കൊടുത്തു? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുത്തു. ആക്ച്വലി ഇതെന്താണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? when the circuit is open. സർക്യൂട്ട് ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ഇല്ല? കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഇല്ലാത്ത സമയത്ത് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതിനെ സ്മോൾ ലെറ്റർ E കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? V++V- ആണ്. ഇനി സെൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സർക്യൂട്ടിൽ സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് സെല്ലുകൾ എന്ന് പറഞ്ഞു. EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പൺ സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്ത സമയത്ത്, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ഇല്ലാത്ത സമയത്ത് അവിടുത്തെ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF. ആക്ച്വലി ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഇനി EMFന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോസിറ്റീവ് ഇലക്ട്രോഡുമായിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതായത് ഇതിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു.
അപ്പോൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ആ സർക്യൂട്ടിൽ എന്ത് ഫ്ലോ ഉണ്ടാകും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ എങ്ങോട്ടാണ്, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എൻ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ അത് എങ്ങോട്ടേക്കാണ് കറണ്ട് ഫ്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വന്ന് എൻ എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ വരുന്നത് ഇലക്ട്രോലൈറ്റിലാണ്. ഇൻസൈഡ് ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോ വരുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ്. നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിവൈസുകളാണ് എന്തെന്ന് പറയുന്നത്, സെല്ലുകൾ. അപ്പം ഈ സർക്യൂട്ടിൽ സി ടു ഡി കറണ്ട് ഫ്ലോ വന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഒരു സ്റ്റഡി ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കറണ്ട് ഫ്ലോ എങ്ങോട്ട് പോകണം, എൻ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാകണം. അപ്പോൾ ഇൻസൈഡ് ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോ വരുന്നത് എങ്ങോട്ടാണ്, എന്നിൽ നിന്നും പിയിലേക്കാണ്. അപ്പം ഇലക്ട്രോലൈറ്റിലൂടെ ഒരു കറണ്ട് പോകുമ്പോൾ എന്തായാലും കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പാത്തിനെ ഒപ്പോസ് ചെയ്യാൻ അതിനകത്തൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഇൻസൈഡ് ഇലക്ട്രോലൈറ്റ് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാത്തിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന, ഇന്റേണലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇന്റേണൽ റെസിസ്റ്റൻസ്, അതിനെ സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ വരും. ആ സർക്യൂട്ടിൽ സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സെല്ലിലൂടെ എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിലൂടെ എന്തുണ്ടാകണം, കറണ്ട് ഫ്ലോ ഉണ്ടാകണം. അങ്ങനെ സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ കറണ്ട് ഫ്ലോയുടെ പാത്തിനെ ഒപ്പോസ് ചെയ്യാൻ അതിനകത്തൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ആ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ സർക്യൂട്ടിലെ ക്ലോസ്ഡ് സർക്യൂട്ടിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഒന്നും കൂടി കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസിന്റെ കേസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയാണ് ക്യാപിറ്റൽ ആർ, നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, ഇൻഫിനിറ്റി ആണ് അതിന്റെ വാല്യൂ എങ്കിൽ, ഇൻഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം I ഈക്വൽ ടു വി ബൈ ആർ ആണെന്നറിയാം. അപ്പം ഇൻഫിനിറ്റി ആണ് അതിന്റെ വാല്യൂ എങ്കിൽ ഏതൊരു നമ്പർ ബൈ ഇൻഫിനിറ്റി അതിന്റെ വാല്യൂ ഇത്രയായിരിക്കും, 0. അതായത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1/0, 0 മുകളിൽ പോകുമ്പോൾ കറണ്ടിന്റെ വാല്യൂ എന്തായിപ്പോൾ 0. അതായത് ആറിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ എത്രയാണ്, 0 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സർക്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാം. സർക്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഏതൊക്കെ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പിയും എയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എൻ കണ്ടുപിടിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ബി പ്ലസ് എന്ന് പറഞ്ഞത് ഇല്ലയോ, പി പ്ലസ് എന്ന് പറയും. ഇത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സം ആണ് ഏതെന്ന് പറയുന്നത്, പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ എന്ന് പറയുന്നത് ബി പ്ലസ് ആണ്. ഇനി I ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, 0 അല്ലേ, കാരണം I 0 ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ 0 ആണ്. ഇനി ബിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, ബി മൈനസ് ഇല്ലയോ, ബിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എത്ര കിട്ടും, വി പ്ലസ് പ്ലസ് വി മൈനസ് കിട്ടും. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എത്രയാണ്, ഇ ആണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. അത് നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. അത് ആറിന്റെ കേസ് വെച്ച് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ള, ആർ ഇൻഫൈനൈറ്റ് ആകുമ്പോഴാണ് ഐയുടെ വാല്യൂ എന്താകുന്നത്, 0 ആകുന്നത്. അപ്പോൾ സർക്യൂട്ട് എന്താകും, ഓപ്പൺ സർക്യൂട്ട് ആകും. അപ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആർ ഫൈനൈറ്റ് ആണെങ്കിൽ, ആർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ I ഈക്വൽ ടു വി ബൈ ആർ ആണ്. ആറിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ഐയുടെ വാല്യൂ എന്താകില്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതെന്തൊരു സർക്യൂട്ടാണ്, ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിരിക്കും, പി ഡി ബിറ്റ്വീൻ പി ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ ഏതും കൂടെ കൺസിഡർ ചെയ്തേ പറ്റൂ,
ഇലക്ട്രോലൈറ്റിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റും. അപ്പോൾ പിയും എയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പ്ലസ് ആണ്. ബിയും എന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അത് മൈനസ് മൈനസ് വി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലസ് വി മൈനസ് വരുന്നത്. ഇനി ഇൻസൈഡ് ദ ഇലക്ട്രോലൈറ്റിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇൻസൈഡ് ദ ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോ എങ്ങോട്ടാണ്? ഇവിടുന്ന് ആറിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സി ടു ഡി ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിലൂടെയുള്ള കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? റിവേഴ്സ് ഡയറക്ഷനിൽ. അപ്പോൾ അവിടെ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. അപ്പോൾ നെഗറ്റീവ് ഐ പിന്നെ ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? വി ഈക്വൽ ടു ഐ ആർ ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ എത്രയാണ്? സ്മാൾ ആറ്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൈനസ് ഐ ആർ എന്ന് എഴുതാം. അപ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ പ്ലസ് നെഗറ്റീവ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ പ്ലസ് വി മൈനസ് വരുന്നത് എങ്ങനെ? മൈനസ് മൈനസ് വി മൈനസ് ആണ് ഇവിടെ പ്ലസ് വി മൈനസ് ആയിട്ട് മാറുന്നത്. മൈനസ് ഐ ആർ എന്ന് എഴുതാൻ കാരണം എന്താണ്? ഇൻസൈഡ് ദി ഇലക്ട്രോലൈറ്റ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ്. ഇനി വി പ്ലസ് പ്ലസ് വി മൈനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇ മൈനസ് ഐ ആർ ആണ്. ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഓപ്പൺ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വൽ ആണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഇത് സർക്യൂട്ട് ഓപ്പൺ ആകുന്ന കേസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബി എന്ന് പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓംസ് ലോ അനുസരിച്ച് ഐ ആണ് കറണ്ട്, ആർ ആണ് റെസിസ്റ്റൻസ് എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഐ ആർ ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ആണല്ല. ഐയുടെ ടേംസ് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഐ ആർ പ്ലസ് ഐ ആർ ഈക്വൽ ടു ഇ, അല്ലെങ്കിൽ ഐ ഇൻറ്റു ആർ പ്ലസ് ആർ ഈക്വൽ ടു ഇ, അല്ലെങ്കിൽ ഐ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ടേമിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെ? ഐ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ആണ്. ഇനി നോക്കിക്കേ, ഈ ഐക്ക് മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴായിരിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റെസിസ്റ്റൻസ്, സെല്ലിന് അകത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, സ്മോൾ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന്. അതിൻ്റെ വാല്യൂ നെഗ്ലിജിബിളി സ്മോൾ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഐയുടെ വാല്യൂവിനെ വലിയ രീതിയിൽ എഫക്റ്റ് ഇല്ല. പക്ഷേ ആറിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് ഐയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. അപ്പോൾ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഐ എത്രയായിരിക്കും? മാക്സിമം വാല്യൂ നമുക്ക് കിട്ടും. ഐ മാക്സിമം ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ അല്ലേ? അല്ലെങ്കിൽ തന്നെ ഈ ഇക്വേഷൻ നോക്കി, ഐ V equal to IR, I equal to V by R ആണ്. ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ എന്താകും? ഇൻഫിനിറ്റി ആകും. അപ്പോൾ മാക്സിമം കറണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഒരു സർക്യൂട്ടിലെ മാക്സിമം കറണ്ട്, ഒരു സെല്ല് തന്നാൽ അതിലുള്ള മാക്സിമം കറണ്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഐ മാക്സിമം ഈക്വൽ ടു അവിടുത്തെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ബൈ ആ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, സെല്ല് EMF ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ പറഞ്ഞത്. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് സ്റ്റഡി കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് സെല്ലുകൾ. ഒരു സെല്ലിൻ്റെ പാർട്സ് തന്നെ അതിനകത്തൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ 2 ഇലക്ട്രോഡ്സ്, ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇത് ഒരു സെല്ലിൻ്റെ സിമ്പലാണ്. അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, അതിനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വിത്ത് കമ്പാരിസൺ വിത്ത് ഇലക്ട്രോലൈറ്റ് എത്രയാണ്? വി പ്ലസും. നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരുന്നു മൈനസ് വി മൈനസും. ഇനി ഓപ്പൺ സർക്യൂട്ട് എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണ്? സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ടും, കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടുമാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ പി വേണ്ടത് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി പ്ലസ് മൈനസ് മൈനസ് വി മൈനസ് ആണ്. വി പ്ലസ് പ്ലസ് വി മൈനസ് ആണ്. അതിനെയാണ് നമ്മൾ ഇ എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡിനോട്ട് ചെയ്ത്. അതാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതായത് ഒരു സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെയാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. പിന്നെന്താ പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാത്തിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി സെല്ലിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സ്മോൾ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ്
ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ടേമും കൂടെ വരുമ്പോൾ ആദ്യം ഇലക്ട്രോലൈറ്റിലെ കറണ്ട് ഫ്ലോ ഏത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ -IR എന്ന് കൊടുത്തത്. അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V = E - IR. ഇനി ഓംസ് ലോ അനുസരിച്ച് V = IR ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ I = E/R+R വരും. ഇനി Iക്ക് മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ് ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. അപ്പോൾ I maximum = E/R എന്ന് വരും. ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ് ആണ്. അത് ഹോംവർക്കായിട്ട് ചെയ്യുക. ഒന്നാമത്തെ പ്രോബ്ലം, ദ സ്റ്റോറേജ് ബാറ്ററി ഓഫ് എ കാർ ഹാസ് ആൻ EMF ഓഫ് 12 വോൾട്ട്. ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി ഈസ് 0.4 ohm, വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി. അപ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ സ്റ്റോറേജ് ബാറ്ററിയുടെ EMF എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.4 ohm ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം കറണ്ട് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് I maximum = മാക്സിമം കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ I maximum = E/R. അതായത് എപ്പോഴാണ് R = 0 വരുന്നത്. EMF വന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇനി അടുത്തത്, എ ബാറ്ററി ഓഫ് EMF 10 volt and internal resistance 3 ohm is connected to a resistor. If the current in the circuit is 0.5 ampere, what is the resistance of the resistor? What is the terminal voltage of the battery when the circuit is closed? അപ്പോൾ ബാറ്ററിയുടെ EMF തന്നിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിനൊരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സർക്യൂട്ടിലെ കറണ്ട് നമുക്കറിയാം എത്രയാണ്. കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് എന്ത്, V = E - IR, അല്ലെങ്കിൽ വിക്ക് പകരം IR = E - IR എന്ന് പഠിച്ചു. അപ്പോൾ ഇതിൽ ഈ R ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി Iയും Eയും ബാക്കി എല്ലാ ഡേറ്റാസും തന്നിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് Rന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കും when the circuit is closed. അപ്പോൾ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് V = E - IR. ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം.